തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എസ് ഷീജ ഈ റോഡ് ഷോയ്ക്കൊപ്പമുണ്ട്. ഷീജ ചേരുന്നുണ്ട് ഇപ്പോൾ. ഷീജ, റോഡ് ഷോ ഇപ്പോൾ എവിടെയാണ്? ഇന്നത്തെ ദിവസത്തെ പ്രചാരണ പരിപാടികൾ തകർക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കാവ്യ, ഏതായാലും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഇതിനകം തന്നെ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. കാരണം പ്രചരണം 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രചരണം വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയ്ക്കൊപ്പമാണ് ഞാനുള്ളത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണ് ഇതിൻ്റെ ഈ റോഡ് ഷോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വെള്ളയാണി ജംഗ്ഷനിൽ നിന്നുമാണ് ഈ ഒരു റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് SM ബ്ലോക്കിലേക്ക്, അതായത് തീരപ്രദേശ മേഖലയിലേക്ക് എത്തിയായിരിക്കും സമാപിക്കുക. നഗരപ്രദേശങ്ങളിലൂടെയൊക്കെ ഈ റോഡ് ഷോ കടന്നു പോകുന്നതായിരിക്കും. ആ രീതിയിൽ നഗരപ്രദേശങ്ങളിലൂടെ കടന്നുപോയി തീരമേഖലയിലേക്ക് എത്തിച്ചേരുക, ആ രീതിയിലാണ് നിലവിലിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ തിരക്കാം. ഏത് രീതിയിലുള്ളൊരു പ്രതികരണമാണ് നിലവിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ ഒരു സ്വന്തം കുടുംബത്തിനൊരു അംഗത്തെ പോലെ എന്നെ സ്വീകരിക്കുന്നു. ഇതുപോലൊരു അനുഭവം എൻ്റെ ഓർമ്മയിലുണ്ടായില്ല. അത്രമാത്രം ജനങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, ഞാനൊരു വ്യക്തിയല്ല, ഇടതുപക്ഷ പ്രസ്ഥാനം. അതുകൊണ്ട് അവർ വളരെ നല്ല പ്രതികരണമാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത്. എൻ്റെയൊക്കെ ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ബോധ്യമാണ്. ഇന്നിപ്പോൾ രാവിലെ ക്യാമ്പസുകളിലൂടെയുള്ള പ്രചരണം, അതിനുശേഷം റോഡ് ഷോ. എങ്ങനെയാണ് നിലവിൽ വൈകുന്നേരങ്ങളിൽ ഈ റോഡ് ഷോയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം? അതോടൊപ്പം തന്നെ ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് ലഭിച്ചൊരു യുവാക്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? യുവാക്കളാണല്ലോ നമ്മുടെ നാട്ടിൻ്റെ ഇനി ഭാവി, അവരെ കയ്യിലാണല്ലോ. അവരാ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുള്ള ആളുകളാണ്. ഞങ്ങളിപ്പോൾ സംഗീത കോളേജിൽ ചെന്നപ്പം ബലി കുടീരങ്ങളെ എന്ന പാട്ടും പാടിയാണ് അവർ സ്വീകരിച്ചത്. ഓരോ സ്ഥലത്തും അവർ അതിൻ്റെ രീതിയിൽ സ്വീകരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കണ്ട, അവർക്കിതൊക്കെ അറിയാം. മാത്രമല്ല അവർ ഞാനിപ്പം മത്സരിക്കാൻ വേണ്ടി പോകുന്നു, ഇടതുപക്ഷം മത്സരിക്കാൻ പോകുന്ന ആരോടാ? കോടീശ്വരന്മാരോട്. കോടീശ്വരന്മാരല്ല, ശതകോടീശ്വരന്മാരുടെ മത്സരിക്കാൻ പോകുന്നു. ഞാനവരോട് പറഞ്ഞു, ഈ കോടീശ്വരന്മാർക്കിടയിൽ മത്സരിക്കാൻ വേണ്ടി എൻ്റെ അടുത്തൊന്നുമില്ല, നിങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കാരണം ജനങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചേൻ്റെ ജനങ്ങളിൽ നിന്ന് കാഴ്ചകൊണ്ടില്ലേ. ഞങ്ങൾ കോർപ്പറേറ്റുകളിൽ കാഴ്ച പോകുന്ന പ്രസ്ഥാനമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ അവരുടെ ചർച്ചയാണ് ക്യാമ്പസുകൾ വളരെ കൃത്യമായി ഈ മാതിരി കാര്യങ്ങൾ എന്താ നിലപാടുകളൊക്കെ വ്യക്തമാവുന്നുണ്ട്. ചാഞ്ചാട്ടം അവിടെ ഇല്ല. അവിടെ നേരെ ചൊവ്വിയ കാര്യങ്ങൾ പറയാം. അവർക്കറിയാം നാടിൻ്റെ ഭാവിയെക്കുറിച്ച്. അവരൊരുമിച്ചിരുന്ന് പഠിക്കുന്നവരാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം നമ്മളെ നാട്ടിലുള്ള സുരക്ഷിതത്വം അവർക്ക് പുറത്തില്ല എന്ന് അവർ അറിയുന്നതാണ്. അതുകൊണ്ട് ഈ സുരക്ഷിതമായ ഒരു സംവിധാനം ഉണ്ടാകാൻ കാരണം എന്താ? ഈ നാട്ടിൽ ഇതെല്ലാം തന്നെ നിയന്ത്രിക്കാൻ, ഈ കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി എടുക്കാൻ ഒരു ഭരണകൂടമുണ്ട്. ആ ഗവൺമെൻറ്റാണ് അവരുടെ രക്ഷ. അപ്പോൾ രക്ഷകൻ അവർക്കുണ്ട്. കോവിഡ് വന്നാൽ, വെള്ളപ്പൊക്കം വന്നാൽ, നിപ്പ വന്നാൽ, ഏത് വന്നാലും അവർക്ക് രക്ഷയ്ക്ക് ആളുകളുണ്ട്. ഗവൺമെൻറ് ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. അതവരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ആ ചിന്തയാണ് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇടതുപക്ഷ സർക്കാരിന് ലഭിക്കുന്ന ഒരു അംഗീകാരം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും ലഭിക്കുന്നത് എന്ന് തന്നെയാണ് കാവ്യ, LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അത് ഗംഭീരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളത്. കാരണം ഇവിടെ വെള്ളയാണി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സമാപിക്കുക രാത്രി 9 മണിയോടുകൂടി SM ബ്ലോക്കിലായിരിക്കും ഇത് സമാപിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ
ഇന്ന് ക്യാമ്പസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം എന്ന് പറയുന്നത്. ക്യാമ്പസുകളിലെത്തി യുവാക്കളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ആശയം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ചും ചൂട് വലിയൊരു പ്രതികൂല കാലാവസ്ഥയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ റോഡ് ഷോയിൽ പ്രധാനമായും എല്ലാ ഇടങ്ങളിലേക്കും എത്തി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു പ്രത്യേകത. ഏതായാലും തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് LDFന്റെ ഓരോ സ്ഥാനാർത്ഥികളും എന്നുള്ളത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളത്. കാവ്യ. ശരി, ഷീജയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ റോഡ് ഷോയ്ക്കൊപ്പമുള്ളത്. റോഡ് ഷോ ഇപ്പോൾ വെള്ളായണി പ്രദേശത്താണ് വലിയ ജനപിന്തുണയോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.